നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. കോട്ടയം തന്നെയാണ് വിഷയം. ജിസ്മോൾ മാത്രമല്ല, വിജയകുമാറും വിഷയമാണ്. ഇപ്പോ ജിസ്മോളിനെ കൊന്നത് തന്നെയാണ് എന്നുള്ള ഏതാണ്ട് 99.9% വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നീട് തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഇതുവരെക്കായിട്ടും ഇത്രയും ദിവസം 10, 16, 17 ദിവസമായിട്ട് പോലും ഒരു CCTV ഫുട്ടേജ് പോലും പുറത്തു വിട്ടിട്ടില്ല. ജിസ്മോൾ മരിക്കാൻ വേണ്ടി പോയത് 2 പൊടിക്കുട്ടികളെയും കൊണ്ട് ഇത്രയും ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയുള്ള ആറിലേക്ക് ചാടി മരിക്കാൻ പോയതിന്റെ ഒരു CCTV ഫുട്ടേജ് പോലും പോലീസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇവിടെ ഒരു ചെറിയ ഒരു മോഷണമോ എന്തെങ്കിലും നടന്ന ആ സെക്കൻഡിൽ, ആ സ്പോട്ടിൽ ഒരു 100ഓളം CCTV ദൃശ്യങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്തി പുറത്തുവിടുന്ന പോലീസ് ഇത്രയും വിവാദമായ 3 പേരുടെ മരണത്തിനിടയാക്കിയ, ഇത്രയും പ്രശ്നങ്ങൾ ഇളവാക്കിയ കേസിന്റെ ഒരു CCTV ഫുട്ടേജ് പോലും പുറത്തു വിട്ടില്ല എന്നുള്ളത് തന്നെ ഇത് കൊലപാതകമാണ് എന്നുള്ളതിന് ഉത്തമ തെളിവാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ, നമ്മുടെ ഡോക്ടർ ഭാസ്കറിന്റെ വീഡിയോയിൽ CCTV എത്ര എണ്ണം പുള്ളി തന്നെ ഇന്നലെ ഒരു 8-10 CCTV ക്യാമറകൾ നമുക്ക് കാണിച്ചു. 100 മീറ്റർ ഇടവിട്ട് നമ്പർ ഓഫ് CCTV ക്യാമറ എന്ത് ചെയ്തു ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിന്റെ പോലും ഫുട്ടേജ് കിട്ടിയില്ല എന്നുള്ളത്. ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ ഈ കള്ളക്കളി എല്ലാം പുറത്താകും. ഈ ജിസ്മോളെ കൊന്നത് തന്നെയാണെന്ന് തെളിയും. അതിനോടൊപ്പം ഇത് കൊണ്ടുപോയി ജിസ്മോളെ കൊന്ന് കാറിൽ കൊണ്ടുപോയത് ഈ പറയുന്ന ജിമ്മിയും അവന്റെ സുഹൃത്തുക്കളും കൂടി, അല്ലെങ്കിൽ അവന്റെ അച്ഛനോ ആരായിക്കോട്ടെ, അവരും കൂടി ചേർന്നാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തത്. അതായത് CCTV ദൃശ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജിമ്മിയുടെ കാറായിരിക്കും കാണുന്നത്. അതുമല്ല, ഈ പറയുന്ന ജിസ്മോയുടെ സ്കൂട്ടർ കൊണ്ടുപോയത് എങ്ങനെ, അതായത് പട്ടാപ്പകലാണ് 11:30ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് ഈ പോലീസുകാർ പറയുന്നത്. ഈ 11:30ക്ക് ഇത്രയും സ്ഥലങ്ങളിൽ പെട്ട് ഒരൊറ്റ ദൃക്സാക്ഷി പോലും ഇതിനകത്തില്ല. മനസ്സിലായോ? ഈ നമ്മുടെ ജിസ്മോള് സ്കൂട്ടർ ഓട്ടിച്ച് പോയി കണ്ട ഒരാൾ പോലും ആ പ്രദേശത്തില്ല എന്നുള്ളത്. അപ്പം CCTV ദൃശ്യങ്ങളില്ല, ദൃക്സാക്ഷികളത് ഒന്നുമില്ല. കമാന്നൊരു അക്ഷരം മിണ്ടാതെ 2 ദിവസം, അതായത് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ഭർത്താവിനെയും പിന്നെ അമ്മാവനെയും പിടിച്ച് പേരിന് മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. കാരണം 15 ദിവസമായി. 15 ദിവസം കഴിഞ്ഞാൽ നോർമലി CCTV ദൃശ്യങ്ങളെല്ലാം ഇറേസ് ആയി പോകും, അതിൽ ഓവർ റൈറ്റ് ആവും. മനസ്സിലായി? ഈ CCTV ദൃശ്യങ്ങൾ മിക്കവാറും ഒരാഴ്ച മുതൽ 15 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കപ്പാസിറ്റിയുള്ള CCTV ഹാർഡ് ഡിസ്കുകളായിരിക്കും ഉള്ളത്. 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ CCTV ദൃശ്യങ്ങളൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു സത്യം. അതുമല്ല, പിന്നെ മറ്റൊരു കേസുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് റീട്രൈവ് ചെയ്തെടുക്കാൻ, നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള സെറ്റപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ടെക്നിക്ക് വശമുള്ള പല സോഫ്റ്റ്വെയറുകളുണ്ട്. ഈ പറയുന്ന ഓവർ റൈറ്റ് ചെയ്ത സാധനങ്ങൾ പിന്നീട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു സത്യം. ഇനി എങ്ങനെ ആയിരിക്കാം ഈ പറയുന്ന ജിസ്മോളെ, ഈ ജിമ്മി, ആ പട്ടിയുടെ പേരുള്ള അവൻ എങ്ങനെ ആയിരിക്കാം ഇവനെ കൊന്നത്, അല്ലെങ്കിൽ ഈ ജിസ്മോളെ കൊന്ന് ഈ പറയുന്ന നാട്ടിൽ കൊണ്ടിട്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത് ഈ കോട്ടയത്തുകാരോടാണ്. ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോട്ടയത്തുകാര്, നിങ്ങളൊക്കെ വളരെ സ്വാർത്ഥരാണോ എന്ന് എനിക്ക് വളരെ ഡൗട്ട് ഉണ്ട്. വളരെ സ്വാർത്ഥരായിട്ടുള്ള കുറെ മനുഷ്യരാണ്. കുറെ ആൾക്കാര് ജിസ്മോളുടെ ഈ പറയുന്ന മരണത്തിന് വേണ്ടിയിട്ട്, ജിസ്മോളിന്റെ ഈ ക്രൂരത അത് തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടുന്ന രാത്രി വരെ പന്തം കൊളുത്തി അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധവും നടത്തുന്നു. മറ്റു പലരും ഇതിന് മുന്നോട്ടിറങ്ങി ഇതിലെ ഒരു CCTV ദൃശ്യം, അല്ലെ, ഇത്രയും CCTV, അത് ഏതെങ്കിലും ഒരെണ്ണം ആ CCTV ദൃശ്യം ഏതെങ്കിലും ഒന്ന് കാണുമല്ലോ. ഒന്നിൽ ജിസ്മോള് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഈ തെണ്ടി നാറി, ഈ പരനാറി ആയാല് ഈ പറയുന്ന ജിമ്മിയോ അവന്റെ കൂട്ടുകാരോ ആരോ പോകുന്ന CCTV ദൃശ്യമുണ്ട്, അതൊന്നും എടുത്ത് പുറത്തിടാൻ ഈ പ്രദേശത്തുള്ള ഒരൊറ്റ എണ്ണത്തിന് ചങ്കൂറ്റമില്ല, അല്ലെങ്കിൽ പണം എന്തോ വാങ്ങിച്ചു മിണ്ടാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവരെല്ലാം സ്വാർത്ഥരാണ് എന്നുള്ളത്. അതായത് ആ പെണ്ണ് മരിച്ചതേ മരിച്ച്, അവള് ചത്ത്, 2 കുട്ടികളും ചത്ത്, ഇനി ഞാനും കൂടി ചെന്ന് ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ കൊടുത്ത് ഞാനും എന്തിന് കേസിനകത്ത് പെട്ടുപോകണം? മനസ്സിലായോ? ഞാനും കൂടി എന്തിന് ചെന്ന് അതിനകത്ത് തലയിട്ട് കൊടുക്കണം? അതിന്റെ ആവശ്യമില്ല. അവര് ചത്തില്ലേ, ഇനി ഞാൻ എന്താ ചെയ്യിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന നാളെ ഈ ഗതി നിങ്ങൾക്ക് വരും. നിങ്ങളുടെ കുടുംബത്താണോ ഇതുപോലെ ഒരു സംഭവം വന്നിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് അത്രയ്ക്ക് സ്വാർത്ഥരാണ്. ഈ വിജയകുമാറിന്റെ മരണവുമായി ബന്ധം, അതും കോട്ടയം തന്നെയാണ്. അവിടെയും എന്താ സംഭവിച്ചത്, അതും വിജയകുമാറിനെയും ഭാര്യ മീരയാണ്. മീരേനെയും കൊന്നത് ഈ പറയുന്ന ആ ഒരു ആസാമി എന്നാ പറയുന്നത്. പക്ഷെ ആസാമി അല്ല. ഈ ഭാര്യനെ വിജയകുമാറിനെ കൊന്ന ആസാമിയല്ല. ആസാമി എന്ന് പറഞ്ഞാൽ വെറും ഒരു വാടക കൊലയാളി മാത്രമാണ്. അതല്ലാതെ ഇതിനകത്ത് 4ഓളം പേരടങ്ങുന്ന ആൾക്കാർ വന്നാണ് ഈ വിജയകുമാറിനെയും ഭാര്യയെയും മൃഗീയമായിട്ട് കൊന്നിട്ട് DVR എന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മുടെ ഈ ആസാമിൽ കൊടുത്തുവിട്ടത് എന്നുള്ളതും സത്യമാണ്. അവിടെയും
അവിടെ ഈ ഒരൊറ്റ മനുഷ്യര് ഈ പറയുന്ന ഈ കോട്ടയത്തുകാർ ഒരൊറ്റ മനുഷ്യര്, എല്ലാരും പറയുന്നില്ല, പക്ഷെ കുറച്ചു പേര് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ പണത്തിന്റെ പണക്കൊഴുപ്പ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പിന്നീട് സമൂഹക്കാർ നാറണ്ട എന്നുള്ള എന്താണെന്ന് എനിക്കറിയത്തില്ല. അവരാര് സ്വന്തം വീട്ടില് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന്റെ വേദന അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് മറ്റേ ചാനൽ ഞാൻ പറഞ്ഞു, ആ സൈഡിൽ എവിടെയെങ്കിലും ഒരു CCTV ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ, എന്റെ രാഷ്ട്രോക്സ് എന്ന് പറഞ്ഞ എന്റെ പിന്നെ ഇൻസ്റ്റയിലുണ്ട്, അവിടെ വന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതുമായി കോൺടാക്ട് ചെയ്യുന്നത് ഒരൊറ്റ എണ്ണം കോൺടാക്ട് ഇല്ല, അത്രയ്ക്ക് പേടികളാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നത്, ഇത്രയും CCTV പിന്നീട് ക്യാമറകൾ ആ പുള്ളി കാണിച്ചു. എത്ര എടുത്ത് പുള്ളി കാണിച്ച ഒരു 7-8ഓളം CCTV. അതായത് ഈ ജിസ്മോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ നേരെ ഫ്രണ്ടിൽ ഒരു CCTV ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. പള്ളി തന്നില്ലെങ്കിൽ കേറി വാങ്ങണം, പിടിച്ചു വാങ്ങണം. തന്നില്ലെങ്കിൽ തന്നില്ല എന്ന് പറയുന്നത് പരാതിക്കൽ അധികാരം നടക്കില്ല, പിടിച്ചു വാങ്ങണം സാധനം. കാരണം അത്രയ്ക്ക് സെൻസേഷണൽ ആയ ഒരു മർഡറാണ് നടന്നിരിക്കുന്നത്. 3 പേരുടെ 2 കുട്ടികളടക്കം 3 പേരുടെ ജീവനാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ അതെന്താണ് നടന്നതെന്ന് മറ്റു ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഈ പറയുന്ന പോലീസുകാർക്കുണ്ട്. ചെറിയ ഒരുത്തിന് ഒരു ചെറിയൊരു മോഷണം നടത്തിയിരുന്നെങ്കിൽ, ഒരു കടക്കകത്ത് കയറി ഒരു മുട്ടായി എടുത്തിട്ട് പോയിരുന്നെങ്കിൽ അതിന്റെ 100ഓളം CCTV ക്യാമറ പിറ്റേ ദിവസം ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ചു വിട്ടേനെ. എല്ലാ ഈ പറയുന്ന ചാനലുകാരും ഇതിന്റെ ഒരൊറ്റ ഫുട്ടേജ് പോലും ഇതുവരെ കേട്ടിട്ടില്ല. 17 ദിവസമാണ് ഈ ഫുട്ടേജ് തിരക്കിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്കറിയാം ഈ റൂട്ടിലുള്ള എല്ലാവരും ഈ ഫുട്ടേജ് കണ്ടിട്ടുണ്ട്, അവരിത് കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത്രയും ഒരു പ്രശ്നം നടക്കുമ്പോൾ, ഇത്രയും വിവാദങ്ങളാവുമ്പോൾ അവരെന്തായാലും എടുത്ത് നോക്കും. എന്താ ഇത് ഈ സമയത്ത് ആരെങ്കിലും, അത് രാത്രി നോക്കണ്ട നിങ്ങൾ, ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അവർ നോക്കും. കാരണം ഈ മെയിൻ റോഡ് വഴിയാ പോയിരിക്കുന്നത്, ഇട റോഡ് വഴിയൊന്നുമല്ല, മെയിൻ റോഡ്. അപ്പൊ അവർ നോക്കിയിട്ടുണ്ടാവാം, അത് അവരുടെ കയ്യിൽ ഉണ്ടപ്പം അവർക്ക് ഡിലീറ്റ് പോലെ ഇവരെന്തെങ്കിലും സേവ് എങ്കിലും ചെയ്തിട്ടിട്ടുണ്ടാവാം. പക്ഷെ പുറത്തു പറയാൻ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തിനു ഇതിന്റെ ഇടയിൽ കയറി മെനക്കെടാൻ നിൽക്കുന്നത്, ചാത്തു ഇനി ഞാൻ അവിടെ ഞാൻ CCTV കൊടുക്കണേ, നാളെ തൊട്ട് കോടതി കയറി ഇറങ്ങണം എന്നുള്ള ചിന്ത കൊണ്ടാണോ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഓർക്കുക, നാളെ സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴേ ആ വേദന മനസ്സിലാവുള്ളൂ. മറ്റാരും ഇതുപോലെ കൊടുക്കാതിരിക്കുമ്പോഴേ വേദന മനസ്സിലാവത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി ഞാൻ ഇന്നലെ ഈ ജാഥയും കാര്യങ്ങളൊക്കെ കണ്ടു. ഇത്രയും പേര് ഇതിനു വേണ്ടിയിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഈ പറയുന്ന മെഴുകുതിരിയൊക്കെ കൊളുത്തി പ്രതിഷേധമാണ്. അതുപോലെ വക്കീൽ പോലെ ഉണ്ടെന്ന് അവരുടെ രോക്ഷ പ്രകടനങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ എന്തുകൊണ്ട് ഈ CCTV ഇത്രയും പിന്നീട് CCTV അവിടേക്ക് പോയി അപ്രോച്ച് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പ് വെച്ച് നിങ്ങൾക്ക് ഇപ്പം പോലീസിന് അതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഇപ്പൊ CCTV ദൃശ്യങ്ങൾ അവരെടുത്ത് ചോദിക്കുന്നില്ല? അതെനിക്കൊരു മനസ്സിലാവുന്നില്ല. അത് അവർ തരാത്തത് കൊണ്ടാണോ, നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതല്ലേ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ഫുട്ടേജ് കിട്ടി. അതായത് ഈ സമയത്തിൽ ഈ രാവിലെ എപ്പോഴെങ്കിലും ഈ പറയുന്ന ജിമ്മി പോകുന്നതോ, അല്ലെങ്കിൽ ജിമ്മിയുടെ കാറ് പോകുന്നതോ, അല്ലെങ്കിൽ ഈ പറയുന്ന ജിസ്മോളുടെ സ്കൂട്ടർ പോകുന്നതോ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടിരുന്നു എങ്കിൽ അത് മാത്രം മതിയായിരുന്നില്ല. അതൊന്ന് പുറത്തു വിട്ടിരുന്നു എങ്കിൽ പിന്നെ പോലീസുകാർക്ക് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ, പിന്നെ ഇതിനൊരു ഉത്തരം നൽകിയല്ലേ പറ്റുള്ളൂ. പക്ഷെ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ഈ രാത്രി ഇങ്ങനെ ഈ പ്രക്ഷോഭവും ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ അതെന്തുകൊണ്ട് അത് ചെയ്യാതിരുന്നിട്ടില്ല? പക്ഷെ എനിക്ക് അവിടെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ബലമായിട്ട് വാങ്ങണമെന്നേ, കൊടുത്തില്ലെങ്കിൽ ബലമായിട്ട് പിടിച്ചു വാങ്ങണം. അപ്പൊ ഞാൻ ഈ പറയുന്ന കോട്ടയത്തുകാരോട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ആരൊക്കെ ഇതിനെ മറച്ചു വയ്ക്കുന്നു, മനസ്സിലായി, ആരൊക്കെ ഈ CCTV ദൃശ്യങ്ങൾ കൊടുക്കാതെ ഒളിച്ചു, അതൊക്കെ നാളെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. ദൈവം എന്നൊരാള് മേളിൽ ഇരുന്നതെല്ലാം കാണുന്നുണ്ട്. അവസാനം നിങ്ങൾക്ക് തന്നെ ഇതൊരു പണിയായിട്ട് വരും എന്നുള്ളതാണ്. ഇനി എങ്ങനെയായിരിക്കാം? അപ്പോ ഇവിടെ നമുക്ക് ജിസ്മോളുടെ കേസ് പറയുകയാണെങ്കിൽ, ജിസ്മോള് എന്ത് ചെയ്തു? ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞരമ്പറത്തിട്ടുണ്ട്. അതായത് 2 ദിവസം, അതായത് ഈ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പോലീസ് പറയുന്നു. ഞായറും തിങ്കളും ഈ പറയുന്ന നമ്മുടെ ജിസ്മോൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അച്ഛനമ്മർക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് എന്തോ നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യണം, ഈ വേലക്കാരിയുടെ മൊഴി കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. വേലക്കാരി എന്ന് പറയുന്നത്, ആ ദിവസം രാവിലെ ഞാൻ ജിസ്മോളെ കണ്ടു, ഞാൻ അവിടെ പോയപ്പോൾ ജിസ്മോളും 2 മക്കളും ഉണ്ടായിരുന്നു, അവിടുത്തെ സംസാരിച്ചിട്ട് ഞാൻ പോയതാണ് എന്ന് പറയുന്ന വേലക്കാരിയുടെ ആ മൊഴി വളരെ പിന്നീട് എന്താണ് പറയുക, വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. അത് മനസ്സിലായോ? ഈ വേലക്കാരി വല്ല പൈസയും വാങ്ങിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്നുള്ളത് എനിക്ക് അത് സംശയമുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചതും ഈ പറയുന്ന ഭർത്താവ് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇവളെ ആദ്യം ഇതുപോലെ ഒരു ആത്മഹത്യയായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് കാരണം നമ്മൾ പെട്ടെന്ന് ഈ ഫാനില് നമ്മൾ കുരുക്കിട്ടിട്ട് നമ്മൾ ഒരാൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരാൾ വലിച്ചെടുക്കി കെട്ടിത്തൂക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ കെട്ടിത്തൂക്കുകയാണെങ്കിൽ ചിലപ്പം ഫാന്
അതിന്റെ ലീഫ് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മൾ ഒരു ഫാനിൽ കയറിയിട്ട് ഒരു സാരി ഇട്ട് എല്ലാം കൊടയിട്ട് ടപ്പേനെ ചാടയാണെങ്കിൽ അതിന്റെ ലീഫും കാര്യങ്ങളും ഒടിയാൻ ചാൻസ് വരും. പക്ഷെ അല്ലാതെ മറ്റൊരാള് വലിച്ചു കയറ്റൂലേ, വലിച്ചു കയറ്റുമ്പോൾ അതിന്റെ ലീഫ് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഈ ഫാനിൽ കെട്ടി തൂക്കിയതും ഈ ഭർത്താവാണോ? കുറുക്കിൽ പൊള്ളലേറ്റ് കിടക്കുന്നു. ആ പൊള്ളൽ എന്തുകൊണ്ട് ഇവരെ മണ്ണെണ്ണ ഒഴിച്ച് പിന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോ? എന്നിട്ട് ഈ പറയുന്ന ഞരം പുറത്തതും ഭർത്താവാണോ? അപ്പൊ അതായത് ഈ ജിസ്മോളുടെ കേസ്, ജിസ്മോളുടെ സംഭവം പറയുമ്പോൾ ജിസ്മോൾ ഇങ്ങനെ ഒരു ബാലിഷ്യമായ ഒരു തീരുമാനം എടുക്കുന്ന ഒരു കുട്ടിയല്ല. വളരെ ബോൾഡ് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ മുൻപന്തി നിന്നുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു വക്കീൽ കൂടി ആണ് ഈ പറയുന്ന ജിസ്മോൾ. ആ ജിസ്മോൾ ഇങ്ങനെ ഒരു ബാലിഷ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി, സ്വന്തം 2 മക്കളെ കൂടി, കാരണം സാമ്പത്തികപരമായിട്ടുണ്ട്, ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ജീവിക്കാനുള്ള വകയുണ്ട്. പണ്ട് നമ്മൾ ഷൈനിയുടെ കേസ് പറഞ്ഞതുപോലെ അല്ല, ഇവൾക്ക് ജീവിക്കാനുള്ള വക വരെയുണ്ട്. എന്നിട്ടും ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു പല രീതിയിൽ ഇതൊരു ആത്മഹത്യ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈ നാറി, ഈ പറയുന്ന ജിമ്മി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം ഞരം പുറത്ത് നോക്കി, പിന്നീട് എന്താണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കി, പിന്നീട് ഇത് കെട്ടിത്തൂക്കാൻ നോക്കി, അങ്ങനെ പല രീതിയിൽ നോക്കിയിട്ട് അവസാനം നടക്കാതെ ഇവൻ എന്ത് ചെയ്തു? ഇവൻ നേരെ ഇതിനെ കാറിനകത്ത് കയറ്റിയിട്ട്, അതായത് രാവിലെ ഇവര് എനിക്കൊന്ന് ഇത് മരിച്ചത് 2 ദിവസം മുമ്പാണ്. ഈ പറയുന്ന ചൊവ്വാഴ്ചയാണല്ലോ സംഭവിച്ചത്. എനിക്ക് തിങ്കളോ അല്ല ഞായറോ തിങ്കളോ ഞായറാഴ്ച രാത്രി എങ്ങാനും ഈ മരണം സംഭവിച്ചിരിക്കുന്നു. അതിനുശേഷം ഇവർ പ്ലാൻ ചെയ്ത് അവിടെ ഇരുന്നു ഇത് എന്ത് ചെയ്യാം, ഏത് രീതിയിൽ ഇതിനെ ആത്മഹത്യയാക്കി പിന്നീട് മാറ്റാമെന്ന് ഇവർ ചിന്തിച്ചു. അതിനുശേഷം ഇതിനെ ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ മന്ത്രിമാരെയോ തന്റെ പണക്കൊഴുപ്പ് കൊണ്ട് എന്ത് ചെയ്തു? അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ ലോയേഴ്സിനെയോ ബന്ധപ്പെട്ട് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവാം. ശരി, ഓക്കെ, ഇന്ന സമയത്ത് രാവിലെ അമ്മയെ എന്ത് ചെയ്യുന്നു, ക്യാൻസർ ഈ കീമോ എടുക്കാൻ പോകുന്നു എന്ന വ്യാജേന, ഞാൻ രാവിലെ കീമോ എടുക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ വിഷയം, ഞാൻ അപ്പോൾ നാട്ടിലില്ല. ആ രീതിയിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു വരുത്തുകയും അതിനുശേഷം ഇവൻ തന്നെ വന്നു, അതോ യവനോ ഇവന്റെ കൂട്ടുകാർ, ചിലപ്പോ ഇവൻ അവിടെ കാണത്തില്ല, ഇവൻ ഈ അമ്മയും കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ കീമോ എടുക്കാൻ പോയിട്ടുണ്ടാവും. യവൻ ഏർപ്പാടാക്കിയ മറ്റു പലരുമോ ഈ പറയുന്ന ജിമ്മിയുടെ കാറ് തന്നെ വേണമെന്നുമില്ല, മറ്റേതോ കാറിൽ ഇവരെ കൊണ്ടുവന്ന് ഇന്നലെ ആ ഡോക്ടർ കാണിച്ച ഒരു പാലം ഉണ്ടല്ലോ, ആ പാലത്തിന്റെ അവിടെ നിന്ന് കൊണ്ടിടുന്നു. മനസ്സിലായോ? ഇപ്പൊ ജിമ്മി ഡയറക്റ്റ് ആയിരിക്കത്തില്ല ഇത് കൊണ്ടിട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിമ്മി എന്നു കാരണം മരണം നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. മനസ്സിലായോ? മരണം നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റാരെ ഏർപ്പാടാക്കി താൻ ഇവിടെ വളരെ മനഃപൂർവ്വം അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് താനും അമ്മയും ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മാറി നിൽക്കുന്നു. ഞാൻ വീട്ടിലില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുകയും ഇവരുടെ ഏതെങ്കിലും സുഹൃത്തോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഐഡിയ അനുസരിച്ച് മറ്റു പലരെയും കൂടി ഹയർ ചെയ്തുകൊണ്ട് അവര് മറ്റൊരു കാറിൽ ഈ പറയുന്ന ജിമ്മിനെയും ഈ പറയുന്ന ജിസ്മോളെയും 2 മക്കളെയും എന്ത് ചെയ്തു, ഈ പറയുന്ന പാലത്തിൽ നിന്ന് എടുത്തെറിയുന്നു. അവിടെ നിന്ന് ആ ഒഴുക്കിൽ ചെന്നാണ് നേരെ അപ്പുറത്ത് പോയി അടിയുന്നത്. അതിനുശേഷം ഈ പറയുന്ന ജിസ്മോളുടെ സ്കൂട്ടർ എന്ത് ചെയ്യുന്നു, അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ജിസ്മോള് സ്വമേധയാ ഓട്ടിച്ചു പോയി 2 കുട്ടികളെയും ദാരുണമായി കൊലപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് നമുക്ക് അവരെ ഒരു ഫുട്ടേജ് വെളിവിട്ടിരുന്നെങ്കിൽ, ഈ പറയുന്ന ജിസ്മോളും ഈ പറയുന്ന സ്കൂട്ടറിൽ പോകുന്ന ഒരു ഫുട്ടേജ് വെളിയിട്ടു, ശരി നമുക്ക് സമ്മതിക്കാം, ശരി അവള് ഈ പറയുന്ന 1.5 വയസ്സായ ഈ പൊടിക്കുട്ടീനെയും അല്ലെങ്കിൽ 4 വയസ്സുള്ള 2 കുട്ടികളെയും കൊണ്ട് 4 കിലോമീറ്റർ സ്കൂട്ടറിൽ സഞ്ചരിച്ചു, അത് അതിസാഹസികമായിട്ട് സഞ്ചരിച്ചു ആത്മഹത്യ ചെയ്തു. ശരി, ആ ഒരു ഫുട്ടേജ് വരാത്തിടത്തോളം കാലം ഇതൊരു മർഡർ തന്നെയാണ്, ഇതൊരു കൊലപാതകം തന്നെയാണ്. അവിടെയുള്ള നാട്ടുകാരുടെ ഇപ്പോഴും പറയുന്നു, വിട്ടുകൊടുക്കരുത്, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അപ്പൊ കുറെ പേര് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കൂടി ഇത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഒരു അനീതിക്കെതിരായിട്ട് നിങ്ങൾ വാളെടുക്കണം, നിങ്ങൾ എന്തെങ്കിലും ഒരുമിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു കേസ് തെളിയത്തുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.